എന്റെ തകർച്ച നീ കണ്ടുകൊണ്ടിരുന്നപ്പോ എല്ലാം നോക്കിക്കാണുന്ന കേരള പോലീസ് എന്ന ഗരുഡനെ നീ കണ്ടില്ല. ആവശ്യത്തിനുള്ള ഡോക്യുമെന്റ്സുമായിട്ട് ഹരീഷ് എന്നെ വന്ന് കണ്ടിരുന്നു 1 മാസം മുമ്പ്. വി വെയർ ഓൾ ഓവർ യു ഡിസ്ക്രീറ്റ്ലി, ഇൻക്ലൂഡിംഗ് ദ സൈബർ പോലീസ്. എല്ലാം പ്ലാൻഡ് ആയിരുന്നു നിഷാന്തെ. കൂട്ടത്തിലുള്ള കൊള്ളാവുന്ന ഒരു ഓഫീസറെ വിട്ടുകളഞ്ഞ ചരിത്രം കേരള പോലീസിനില്ല, ഇനിയൊട്ടുണ്ടാവാനും പോണില്ല. ഞാൻ ഒബ്സസ്ഡായി അന്വേഷണം എങ്ങുമെത്താതെ മദ്യപിച്ച് തകർന്നടിഞ്ഞുവെന്ന് നിന്നെ വിശ്വസിപ്പിച്ച് നിന്റെ കൊല്ലാനുള്ള ഒബ്സഷൻ ട്രിഗർ ചെയ്യിച്ചു എന്നതാണ് ഞാൻ അപ്ലൈ ചെയ്ത റിവേഴ്സ് സൈക്കോളജി. നിഷാന്ത്, once a cop, always a cop. And I am a bloody cop. യുവർ ഓണർ, ഈ നരിസുനി അടക്കമുള്ളവരിലേക്ക് ഈ കേസിന്റെ ചൂട് പിടിച്ച് ഒരു സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണ്. പോലീസിന് ഈ ഗൂഢാലോചനയുടെ ചുരുൾ നിവർത്താൻ ആവശ്യമായ സമയവും സാവകാശവും നൽകണമെന്നും ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു. One second, Your Honor. Your Honor, ഈ ചാർജുകൾ കൂടാതെ മറ്റൊരു ചാർജ് കൂടിയുണ്ട്. 302. കോമയിലായിരുന്ന തെരേസ ഇന്ന് മരിച്ചു. യുവർ ഓണർ, തെരേസ കേസിൽ നിഷാന്തിന് മേൽ ചുമത്തിയിട്ടുള്ള IPC സെക്ഷൻ 320 ഗ്രീവിയസ് ഹേർട്ടും റൈറ്റ് സ്റ്റാർ സെക്ഷൻ 376നും പുറമെ പുതുതായി IPC സെക്ഷൻ 302, അതായത് കൊലപാതക കുറ്റം കൂടി ചുമത്തി പ്രതിയുടെ മേലുള്ള ചാർജുകൾ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് സെക്ഷൻ 216 പ്രകാരം ഓൾട്ടർ ചെയ്യാൻ ഈ കോടതി മുമ്പാകെ ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. പ്രതിയായ നിഷാന്തിന് മേൽ കൂടുതൽ അന്വേഷണത്തിന് കേരള പോലീസിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നതായി ഈ കോടതി ഇതിനാൽ ഉത്തരവിടുന്നു. അതോടൊപ്പം ഈ കേസിൽ പ്രതിയെ സഹായിച്ച സുനിൽ കുമാർ എന്ന നരിസുനി, മുരുകൻ, ജോൺ സാമുവൽ, സ്മിത ജിജോ മണലിൽ എന്നിവരെയും പ്രതിപട്ടികയിൽ ചേർത്ത് വിശദമായ അന്വേഷണത്തിനായി ഈ കോടതി ഉത്തരവിടുന്നു. ഫൈനലി ദാറ്റ് ബാറ്റിൽ ഈസ് ഓവർ അല്ലേ? എന്നാലും തൻ്റെ ഈ പ്ലാനൊക്കെ എന്നോടും കൂടെ ഒന്ന് പറയാമായിരുന്നു. പക്ഷെ താൻ എൻ്റെ അത്രയും നല്ല നടനല്ലല്ലോ. ഇതിലും ശക്തനായി പുറത്തു വരുമെന്നൊരഹന്തയുണ്ട് നിന്റെ മുഖത്ത്. ദിസ് ടൈം യു വോണ്ട്. ഒരു നരിസുനിയും എത്തില്ല നിന്റെ രക്ഷയ്ക്ക്. നിന്റെ ജയിലിന് മുകളിൽ സദാസമയം ഗരുഡൻ പറക്കും.